കേരളത്തിലെ വിവിധ സമുദായക്കാരുടെ ഇടയിൽ പ്രചാരത്തിലുള്ള ഒരു നാടൻ വിനോദമാണ് കോൽക്കളി. കോലടിക്കളി, കമ്പടിക്കളി എന്നിങ്ങനെ പല പേരുകൾ കോൽക്കളിക്ക് ഉണ്ട്. എന്നാൽ മലബാറിലെ മുസ്ലിങ്ങളുടെയും ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും കോൽക്കളിക്ക് തമ്മിൽ പ്രകടമായ വ്യത്യാസങ്ങളുണ്ട്. ക്രിസ്തീയ കല എന്നത് ക്രിസ്തുമതത്തിൽ നിന്നുള്ള വിഷയങ്ങൾ, പ്രമേയങ്ങൾ, ഇമേജറി എന്നിവ ഉപയോഗിക്കുന്ന ഒരു വിശുദ്ധ കലയാണ്. പ്രധാനമായും പുരുഷന്മാരാണ് കോൽക്കളിയിൽ പങ്കെടുക്കാറുള്ളത്. സാധാരണഗതിയിൽ 8-10 ജോഡി യുവാക്കൾ പ്രത്യേക വേഷവിധാനത്തോടെ ഇതിൽ പങ്കെടുക്കുന്നു. ചിലങ്കിയിട്ടതോ ഇടാത്തതോ ആയ കമ്പുകൾ കോൽക്കളിക്കാർ ഉപയോഗിക്കും. കോൽക്കളിക്കാർ വട്ടത്തിൽ ചുവടുവെച്ച് ചെറിയ മുട്ടുവടികൾ കൊണ്ട് താളത്തിൽ അടിക്കുന്നു. നൃത്തം പുരോഗമിക്കുന്നതനുസരിച്ച് കോൽക്കളിക്കാർ ഈ വൃത്തം വലുതാക്കുകയും ചുരുക്കുകയും ചെയ്യുന്നു. അകമ്പടി ഗാനം പതിയെ ഉയർന്ന് നൃത്തം തീരാറാവുന്നതോടെ ഉച്ചസ്ഥായിയിലാവുന്നു. ഈ രംഗ കലാരൂപം കളരിപ്പയറ്റിൽ നിന്നുള്ള പരിണാമമായി പരിഗണിക്കപ്പെടുന്നുണ്ട്. ഇന്ത്യയിലെ ഏകദേശം എല്ലാ സംസ്ഥാനങ്ങളിലും കോൽക്കളിയുടെ വിവിധ വകഭേദങ്ങൾ കാണാൻ കഴിയും. ഗുജറാത്തിലെ ദാണ്ഡിയ, രാജസ്ഥാനിലെ ഖുമാർ തുടങ്ങിയവ ഉദാഹരണങ്ങളാണ്. പക്ഷേ കേരളത്തിലെ കോൽക്കളി ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. ചടുലതാളങ്ങളും ചുവടുകളുമാണ് മറ്റുള്ളവയിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്നത്. ദ്രാവിഡർക്കിടയിൽ കോൽക്കളി വ്യാപകമാണ്. ബംഗാൾ, ഗുജറാത്ത്, പഞ്ചാബ്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലെ നാടോടി നൃത്തരൂപങ്ങളിൽ ഇതിന് വലിയ സ്വാധീനമുണ്ട്. തമിഴ്നാട്ടിൽ ഈ കലാരൂപത്തെ കോലാട്ടം എന്നും ആന്ധ്രാപ്രദേശിൽ കൊലാമു എന്നും വിളിക്കുന്നു. ഏഷ്യയിലെ ഏറ്റവും വലിയ സാംസ്കാരിക പരിപാടിയായി കണക്കാക്കപ്പെടുന്ന കേരള സ്കൂൾ യുവജനോത്സവത്തിൽ ഒരു ജനപ്രിയ ഇനമാണ് കോൽക്കളി. മുസ്ലിം മേധാവിത്വം ഇക്കാലത്ത് ഇതിൽ അറിയുന്നുണ്ട്. അതിന് പ്രചാരം ലഭിക്കുവാൻ തക്കവണ്ണം പ്രവർത്തനങ്ങളും മതഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. അത് തീർച്ചയായും പ്രശംസനീയം തന്നെയാണ്. കോൽക്കളിയിൽ ക്രിസ്ത്യാനികൾ വേദപുസ്തകത്തിൽ നിന്നുള്ള സംഭവങ്ങളാണ് ഉപയോഗിക്കുന്നത്. കലാരൂപത്തിലൂടെയുള്ള സുവിശേഷ പ്രഘോഷണത്തിന് ഏറെ പ്രസക്തി കൈവരുത്തുവാൻ കഴിയുന്ന ഒന്നാണ് ജനപ്രിയമായ ഈ കോൽക്കളി. ക്രിസ്തീയ സമുദായത്തിൽ എന്തുകൊണ്ടോ കോൽക്കളി ഒരു കാലത്ത് വളരെ ഉന്നതമായ ഒരു കലാരൂപമായി പരിഗണിക്കപ്പെട്ട് ക്രിസ്ത്യൻ പൂർവ്വപിതാക്കന്മാർ ഒക്കെയും ഇതിൻ്റെ ഭാഗമായിരുന്നുവെങ്കിൽ ഇക്കാലഘട്ടത്തിൽ എന്തുകൊണ്ടോ അത് വളരെ മരവിച്ച ഒരവസ്ഥയിലാണ് കടന്നു പോകുന്നത്. ഈ സാഹചര്യത്തെ കണ്ടുകൊണ്ടാണ് ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ജോസ് കളവിളയിലച്ചൻ വാഴമുട്ടം സെയിൻറ്റ് ബെഹനാൻസ് പള്ളിയിലെ കുട്ടികളെ ഈ കളി പരിശീലിപ്പിക്കാനായിട്ട് തുടങ്ങിയത്. എൻ്റെ ഈ വീഡിയോ ദൃശ്യങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സെയിൻറ്റ് ബെഹനാൻസ് ചർച്ചിൽ നിന്നുള്ള പ്രിയപ്പെട്ട അച്ഛൻ്റെ പരിശീലന കളരിയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. Thank you.